ഓരോ പെഗ് വീതം കഴിക്കീനടാ. ചേട്ടന്റെ മുമ്പിൽ വെച്ച് മദ്യപിക്കേ. ഈ ദുശീലം ഞങ്ങൾക്ക് വേണ്ട ഏട്ടാ. നിങ്ങള് രണ്ടാളും എന്റെ അനുജന്മാരാടാ. ഗുരുത്തണ്ട്. അതിന് ഈ ഏട്ടൻ അഭിമാനിക്കണു. നല്ല ഭാവി ഉണ്ടാവൂട്ടോ. വെറുതെ കുടിച്ച് കരളുവാട്ടണ്ട. ഞാൻ നിങ്ങളോടൊരു സത്യം തുറന്നു പറയാൻ പോവാ. ഞെട്ടരുത്. എനിക്ക് വേണ്ടി എന്റെ അനിയന്മാര് കണ്ണീര് കുടിച്ചത് മതി. ആ ഒരാൾ ഞാനാടാ. യമുന റാണിയുടെ കാമുകൻ ഞാനാണടാ. നിങ്ങൾ ഈ ഏട്ടന് മാപ്പ് തരണം. ഇന്ന് ഞാൻ കൗസുവിനോട് എല്ലാം തുറന്നു പറയാൻ പോവാ. ചേട്ടാ, ഞങ്ങളൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. കുറച്ച് മുമ്പല്ലേ നിങ്ങൾ രണ്ടാളും മൂത്രമൊഴിച്ചു വന്നത്? അതെ, കൗസുവേടത്തി ഇതെങ്ങനെ താങ്ങുമെന്ന് ഓർക്കുമ്പോ മനസ്സുരുക. അത് ഉരുകി ഉരുകി മൂത്രമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പോയിട്ട് വരട്ടെ ഏട്ടാ. ഉരുകുന്നത് അപ്പപ്പ കളഞ്ഞിട്ട് വാടാ. വാ. ഇനി ഒന്നേ സർ, അവന്മാര് വരണേക്കാളും പോരണ കൊണ്ടുപോവാ. 2 ലാർജ് വീതം. നേരത്തെ 2 ലാർജ് വീതം അടിച്ചതാ. ഇനി ഇതും കൂടി ആകുമ്പോ 8 ആവും. ചേട്ടൻ 3 ആയിട്ടുള്ളൂ. ആ വൈ. വേണ്ട, സോഡ ഒഴിച്ച് നശിപ്പിക്കണ്ട. സൂക്ഷിക്കണം. ബില്ല് മൊത്തം ആ സാറിന്റെ കൊടുത്താ മതി. സഹിക്കാൻ കഴിയണല്ലോ ഏട്ടാ. എന്താ മൂത്രം പോയില്ലേ? അതല്ല ഏട്ടാ, ഏട്ടൻ എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ അത് പറഞ്ഞത്. നന്ദി ഏട്ടാ, നന്ദി. ഏട്ടൻ എന്റെ ദൈവമാ. സോറി, അത് ഞാനാണ് ഏട്ടാ. ഞങ്ങള് മദ്രാസിലേക്ക് പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവളില്ലാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്താടാ? അല്ല, മദ്യപിക്കാത്ത ഇവരെങ്ങനെ ഇങ്ങനെയായി? സർ, ബില്ല് എത്രയായി? 900 രൂപ. 4 പെഗിന് 900 രൂപയോ? ഇവർ രണ്ടും കൂടെ 8 പെഗ് അടിച്ചു. എന്റെ ദൈവമേ! നേരം എത്രയായി? ഇതുവരെ ഇതുപോലെ വൈകിട്ടില്ല. വൈകുമെങ്കിൽ പറഞ്ഞിട്ട് പോണ ആളാ. ഇനി അവളുമായിട്ട് വല്ലയിടത്തും പോയതാവോ? അതാ എന്റെ പേടി. കത്തിലെഴുതിയതുപോലെ. ഒരാളുടെ കാര്യല്ലേ കത്തില് പറഞ്ഞിട്ടുള്ളൂ. 3 ആളെയും കാണാനില്ലല്ലോ. അമ്മാവിനോടൊന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞാലോ? ഉറങ്ങിക്കാണും. എല്ലാറ്റിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ. ഇനി തഴച്ചു വളർന്നുകൂടി കണ്ടോളുക. ഫോട്ടോ എടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും ചേർന്നിരി ചേർന്നിരി എന്ന് പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. അന്നേ ഞാൻ കരുതിയതാ, കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ, അടയ്ക്കാണെങ്കിൽ മടി വെക്കാം, അടയ്ക്കാമരായാലോ. അവരെ ഇനി തളച്ചിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കൈവിട്ടു പോയി. നിങ്ങൾ വല്ലതും കഴിച്ചു പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്ത് അങ്കണ്ടായാലും സൈലൻസാ. മൗനം വിദ്വാന് ഭൂഷണം. യമുന റാണിയുടെ വീട്ടിൽ പോയതുപോലും അറിയരുത്. എല്ലാവരും ഉറങ്ങി. ആരും ഉറങ്ങിയിട്ടില്ല. മോശമല്ലേ ചേട്ടന്മാരടുത്തേക്ക്? അപ്പൊ നമ്മള് കണ്ട സ്വപ്നം ശരിയായിരുന്നടി. എന്റെ പറക്കോട്ട് ഭഗവതി എനിക്ക് കാണിച്ചു തന്നതാ. കുറ്റം കുടിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്? കുടിച്ചതല്ല ചേച്ചി, കുടിപ്പിച്ചതല്ലേ. ആ മാതകറാണി ഒഴിച്ചു കൊടുത്തതാ. ഇപ്പൊ എന്താ ഉണ്ടായേ? നമ്മൾ ആഫീസിൽ നിന്ന് ഇറങ്ങി വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. കുട്ടിക്കാലത്തെ ഓരോ തമാശകളും പറഞ്ഞു. ശരിയാ, അതൊരു കാലായിരുന്നു. കൂട്ടുകാർക്കൊക്കെ ഓണക്കോടി എടുത്തു കൊടുത്തപ്പോ അച്ഛൻ നമുക്ക് വാങ്ങിച്ചു തന്നത് 3 പട്ടുകോട്. ചേട്ടൻ ഓർമ്മയുണ്ടോ ആ പട്ടുകോണം എടുത്തോണ്ട് നമ്മൾ അപ്പുറത്തെ മനക്കല് മാങ്ങ പറിക്കാൻ പോയത്? പിന്നെ എന്നിട്ട് ആ നമ്പൂരി നമ്മളെ തല്ലിയത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോഴുണ്ട് അതിന്റെ തഴമ്പ്. പൊട്ടങ്കളി കളിച്ചത് മതി. ഒന്നീ പൊറി അവിടെ അല്ലെങ്കിൽ ഇവിടെ, രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് മതി ഇനി ബന്ധമൊക്കെ. കൃഷ്ണ ഗുരുവായൂരപ്പ. അയ്യോ, ഗവൺമെന്റ് സ്കൂളാ? അല്ല, നമ്മുടെ വീടാ. ചായ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പിണക്കൊക്കെ തീർന്നു കാണും. പാവം പെണ്ണുങ്ങള്. കൊണ്ടുപോടാ.
ഇതെന്താ ഒരു ചായ? ഇതേ മുനിശി മുത്തച്ഛന് വേണ്ടി കടയിൽ നിന്ന് വാങ്ങിയതാ. നിങ്ങൾക്കൊന്നും ചായ ഇല്ല. അമ്മമാര് സമരത്തില്ല. എന്നാലേ അച്ഛന്റെ മേശയിൽ കാശിരിപ്പുണ്ട്, പോയി ചായ മേടിച്ചിട്ട് വാ. മേശയിലിരുന്ന പൈസ എടുത്ത് ഞങ്ങൾ ചായ കുടിച്ചു. എല്ലാം നിങ്ങളുടെ കയ്യിരിപ്പുണ്ടല്ലേ? ഇന്നലെ നിങ്ങൾ കള്ളുടിച്ചല്ലേ? കള്ളു കുടിച്ചോ? പൊടിയിടുന്നു. ഞങ്ങൾ ഉറങ്ങില്ലായിരുന്നു. കണ്ടു 3 പേരും 12 കാലിൽ നിൽക്കുന്നത്. 3 പേർക്ക് 12 കാല? അതെ, 3 12 കണക്കിൽ എന്റെ മോള് മിടിക്കുക. അങ്ങനെ മഹാത്മജി സത്യാഗ്രഹം ആരംഭിച്ചു. എന്തിനാണ് മഹാത്മജി സത്യാഗ്രഹം ചെയ്തത് പറ? ബ്രിട്ടീഷുകാരെ തുരത്താൻ. ആ, നമ്മുടെ അമ്മമാർ എന്തിനാ മുത്തച്ഛ സത്യാഗ്രഹം ചെയ്യുന്നത്? ആ. നമ്മുടെ അച്ഛന്മാരെ തുരത്താൻ. ബ്രിട്ടീഷുകാരും കള്ളുകൂടിയന്മാരായിരുന്നു മുത്തച്ഛ. നിശബ്ദത പാലിക്കൂ, നിശബ്ദത പാലിക്കൂ. മുത്തച്ഛ വിശക്കുന്നു. നിങ്ങളുടെ അച്ഛന്മാരുടെ പോട്ട് വല്ലതും ഉണ്ടാക്കി തരാം. ചെല്ലേ. എന്താ മോളെ? അമ്മയോട് പോയി ചോദിക്കും മക്കളെ. ചോദിക്കാൻ ചെല്ലുമ്പോ അമ്മ അടിക്കാൻ വരുവാ. ഭഗവതി, എന്റെ ജീവിതം കുളം കോരാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വലുത് എന്റെ കൗസ് തന്നെയാ. പക്ഷെ ഇപ്പൊ അവളോട് ഒന്നും പറഞ്ഞാൽ ഏൽക്കില്ല. എനിക്ക് ഇതിന് രക്ഷപ്പെട്ടേ പറ്റൂ. യമുന റാണിയെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണം. ഇവനാള് കൊള്ളാലോ. മോള് കരയല്ലേ? മോളെ ഹോട്ടലിൽ കൊണ്ടുപോയി ഐസ്ക്രീം നൂഡിൽസ് ഒക്കെ മേടിച്ചു തരാം. ആ ഒരാൾ നീ ആയിക്കോട്ടെ. അനിയ, നിന്റെ മുഖമാടാ അതിന് പറ്റിയത്. പാവം അനിയ. എന്താ ചേട്ടാ? എന്നോട് ക്ഷമിക്കൂ അനിയ. ക്ഷമിക്കാൻ ചേട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്നാലും ഒരു ക്ഷമ അഡ്വാൻസ് ആയിട്ട് കിടന്നോട്ടറാ. ആഹാ. ചേച്ചി, ആ ചെടിക്ക് വെള്ളം ഒഴിച്ചായിരുന്നോ? അറിഞ്ഞില്ലേ? മുത്തച്ഛൻ ഇടപെട്ട് അമ്മമാരുടെ സമരം ഒത്തുതീർപ്പിലാക്കി. നല്ല ചുമ. എന്തോ ഗോപന്റെ ബാഗിൽ വല്ല മരുന്നുണ്ടോ നോക്ക്. ചെരുപ്പ്, പെണ്ണുങ്ങളുടെ ചെരുപ്പ്. ഞാൻ ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഗോപേട്ടാ, ഈ ചെരുപ്പ് എങ്ങനെ നിങ്ങളുടെ ബാഗിൽ വന്നു? എന്റെ ബാഗിൽ ഇതെങ്ങനെ വന്നു? എന്തിനു വേണ്ടി വാങ്ങിയതായിരിക്കും. ഏയ്, ഇന്ദു ഇമ്മാതിരി ചെരുപ്പ് ഇടാറില്ലല്ലോ. ഹൈ ഹീൽഡ് വാങ്ങാൻ പറഞ്ഞിരുന്നു ഇന്ദു. ഞാൻ ഇങ്ങനത്തെ ഇടില്ല. പിന്നെ ഇതുപോലത്തെ ചെരുപ്പ് ആരാ ഇടുക? മനസ്സിലായി. എന്താ ഏട്ടാ? എടാ, ഹൈ ഹീൽഡ് ചെരുപ്പ് ഇവിടെ ആരാ ഇടുക? മനസ്സിലായില്ലേ? യമുന റാണി. എന്റെ പറക്കോട്ട് ഭഗവതി. അപ്പൊ ആ ഒരാൾ. വാ മക്കളെ. 750 രൂപ. അയ്യോ. അർത്ഥ കായ്ക്ക് ഉപ്പ് തയ്ക്കാത്തോനാ. എത്ര നാളായി ചുറ്റികളെ തുടങ്ങിയിട്ട്? ഇത് യമുന റാണി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞതോ അതോ നിന്റെ ഗിഫ്റ്റോ? അയ്യോ അല്ല, ഞാൻ ഇന്ദുവിനോട്ട് വാങ്ങിയതാ. ആണ്. എന്റെ ലൈഫ് ബ്രോയിലറായി. ദൈവമേ, എന്റെ ലൈഫ് ബ്രോയിലറായി. ഇത് പറയുന്നേക്ക്. ഞാൻ അങ്ങനൊന്നുമല്ല. നമുക്ക് അകത്തോട്ട് പോയിട്ട് സംസാരിക്കാം. ശരി ശരി ശരി, ഞാൻ വരാം. അകത്തോട്ട് പോകാൻ. എന്റെ ഇന്ദു, അകത്തോട്ട് എന്നെ വിശ്വസിക്കുന്നു. നിങ്ങളെ വിശ്വസിച്ച് ഞാനാ മടി. എന്റെ ജീവിതം നശിപ്പിച്ച നിങ്ങൾ ഇത്ര ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ ഗോവൻ എന്ത് പണിയാ കാണിച്ചത്? മോശമായി പോയി.